ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ട്രിവാൻഡ്രം സൂവിൽ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് ആർട്ട് ഗാലറിയും ഗാർഡനുമാണ്. ഇവിടം കഴിഞ്ഞാണ് നമ്മൾ സൂവിലേക്ക് പോകുന്നത്. എൻട്രിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ടീയും കോഫിയും ജ്യൂസും ഐസ്ക്രീംസും ഒക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്സ് ഉണ്ട്. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അകത്തേക്ക് നടന്നും എക്സ്പ്ലോർ ചെയ്യാം, ഇലക്ട്രിക് വെഹിക്കിൾ യൂസ് ചെയ്തും പോകാം. ചെറുപ്പം മുതലേ വരുന്ന സ്ഥലമായതുകൊണ്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് അത് വേറൊരു ഫീൽ തന്നെയാണ്. മൃഗങ്ങളെയെല്ലാം കാണുന്നത് പോലെ തന്നെ ഞാൻ കൂടുതലും പേഴ്സണലി എൻജോയ് ചെയ്യുന്നത് ഈ അറ്റ്മോസ്ഫിയറാണ്. നല്ല പച്ചപ്പും ഒരുപാട് നേച്ചറിൻ്റേതായ ശബ്ദങ്ങളും നല്ല തണുത്ത കാറ്റും വീഡിയോ എടുക്കാനൊക്കെ നല്ല അറ്റ്മോസ്ഫിയറായിരുന്നു. എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്പോഴും നല്ല തിരക്കായിരുന്നു. ഈ പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് എനിക്ക് റീൽസ് ഒന്നും എടുക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്കും ഈ കഴുകനെ ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ കാണാൻ തുടങ്ങിയതാണ്. അകത്തേക്ക് കയറിയാൽ പിന്നെ കുറച്ചധികം തന്നെ തളരുന്നത് വരെ നടക്കാൻ ഒരുപാടുണ്ട്. പിന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടാണ് ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റുന്നത്. പക്ഷേ ഇടയ്ക്ക് വിശ്രമിക്കാൻ ഒരുപാട് ഷെഡുകളും ഫിൽറ്റർ വാട്ടറുകളും ഒക്കെ ഉണ്ട്. ഒരു ഗുഹ കണ്ടപ്പോൾ അതിനകത്തൂടി നടന്നു വന്നതാണ്. അത് കഴിഞ്ഞപ്പോഴുള്ള സീൻ അടിപൊളിയായിരുന്നു. ഒരുപാട് വെറൈറ്റി പക്ഷിക്കൂട്ടങ്ങൾ. ഇതൊക്കെ തികച്ചും ജലത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പക്ഷികളാണ്, ജലപക്ഷികൾ. പുള്ളിച്ചുണ്ടൻ, വയൽ നായ്ക്കൾ, വെള്ളത്തൊപ്പിത്താറാവ്, കറുത്ത അരയന്നം എന്നൊക്കെയാണ് അവിടെ പേരെഴുതി വച്ചേക്കുന്നത് കണ്ടത്. രാജ്യത്തിലെ ഏറ്റവും വലിയ മൃഗശാലയാണ് നമ്മുടെ തിരുവനന്തപുരം മൃഗശാല. 30 ഏക്കർ സ്ഥലത്താണ് ഈ ഒരു മൃഗശാല വ്യാപിച്ചു കിടക്കുന്നത്. 1857 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് സ്ഥാപിച്ചതാണിത്. ഇതിനൊക്കെ പുറമെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൃഗശാലയാണിത്. ഒരു തിരുവനന്തപുരംകാരി എന്ന നിലയിൽ ഞാനതിൽ അഭിമാനിക്കുന്നു. ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ അവയുടെ ഒരു സ്വാഭാവിക ചുറ്റുപാടിൽ തന്നെ സംരക്ഷിക്കുന്നു എന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഞാൻ അവിടെ എത്തിയത് ഉച്ചയ്ക്കായതുകൊണ്ട് തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നല്ല വിശ്രമത്തിലായിരുന്നു. കാട്ടിലെ രാജാവിനെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി താഴെ പോയി എമുവിനെ നോക്കിയപ്പോൾ എമുവും ഉറക്കം തന്നെ. ഈ ഒരു സമയമായിട്ട് പോലും ഒരുപാട് വൃക്ഷങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വെയിലൊന്നും തളർത്തിയില്ല. പ്രതീക്ഷയുമായിട്ട് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ അടുത്ത് വന്നപ്പോഴോ ഹിപ്പോപ്പൊട്ടാമസ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയതേയില്ല. പിന്നെ ഇവരെയൊക്കെ കണ്ടപ്പോഴാണ് ഒരു സന്തോഷം തോന്നിയത്. എല്ലാവരും നല്ല തുള്ളിച്ചാടി ആക്റ്റീവായിട്ട് നടപ്പുണ്ടായിരുന്നു. ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, ഈ സൂവിൻ്റെ ഓരോ ഭാഗവും കിടക്കുമ്പോൾ ഇവർ അത്രത്തോളം അത് പരിപാലിക്കുന്നുണ്ടെന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പിന്നെ 98 ഇനങ്ങളിൽപ്പെട്ട 1025 ആനിമൽസാണ് ഇവിടെ ഉള്ളത്. അവയുടെയൊക്കെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി വെറ്റിനറി ജീവനക്കാരുടെ ഒരു ടീമും മൃഗശാല ആശുപത്രിയും ഇവിടെയുണ്ട്. വെള്ളക്കടുവയാണ് ഈ കിടക്കുന്നത്. ആരും തന്നെ അടുത്തേക്ക് വന്നില്ല, ആരെയും നേരെ ഒന്ന് കാണാൻ സാധിച്ചില്ല, എല്ലാവരും വിശ്രമത്തിലായിരുന്നു. പക്ഷെ ഒരാൾ മാത്രം നല്ല സ്റ്റാറായിട്ട് നടപ്പുണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ കൂടി. കുട്ടികളുടെ ബഹളമൊക്കെ കേട്ടപ്പോൾ ആൾക്ക് നല്ല ഹരം കയറി. പിന്നെ ഞാൻ രാജപ്പന എന്ന് പറയുന്നൊരു മരവും വെന്തേക്ക് എന്ന് പറയുന്നൊരു മരവും. അവിടെ നിന്ന് നടന്ന് തളർന്ന് മുൻപിലേക്ക് പോയപ്പോഴാണ് ചിത്രശലഭ പാർക്ക് കണ്ടത്. ഈ വാക്ക് വേയിലൂടെ നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നല്ല ഭംഗിയുള്ള മരങ്ങളും ചെടികളും പൂക്കളും അതിൻ്റെ ഇടയിൽ കൂടെ നിരവധി ഇനം ചിത്രശലഭങ്ങളും ഒക്കെ കാണായിരുന്നു. പിന്നെ മരങ്ങൾക്കിടയിൽ ഒരു ഫൗണ്ടെയിൻ പോലെയും കെട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി പോകാൻ പോകുന്നത് പാമ്പുകളുടെ അടുത്തേക്കാണ്. ഇവിടുത്തെ പത്തി വിടർത്തിയ ഒരു ശില്പം വെച്ചിട്ടുണ്ട്. നേരത്തെ കണ്ട പോലത്തെ കൗതുകമൊന്നും എനിക്കില്ല. എനിക്ക് നല്ല പേടിയാണ് ഇവയൊക്കെ കാണുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തില്ല. ഇതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്ത പേടി തോന്നും. ഇത് ഗ്രീൻ അനാക്കോണ്ടയാണ്. ഒരുപാടൊന്നും എടുത്തില്ല വീഡിയോ, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനെ കണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. നല്ല ഗാർഡനും നല്ല വാട്ടർ ഗാർഡനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മയിലിനെ കണ്ടു. കുറച്ച് നേരം നോക്കി നിന്നു മയിൽ പീലി വിടർത്തോ ഇല്ലയോന്ന്. പക്ഷെ വിടർത്തിയില്ല. അങ്ങനെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ.